ഇന്നെന്തോ സ്പെഷ്യൽ ലഞ്ചാണല്ലോ അമ്മ ഉണ്ടാക്കുന്നത്. പോയി നോക്കാം. ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ്. ഹായ്, നല്ല മണമുണ്ടല്ലോ അമ്മേ. ഇതെന്താ? ഇതാണ് മോൾക്ക് വേണ്ടി അന്ന് മുത്തശ്ശി ഉണ്ടാക്കി തരാൻ പറഞ്ഞു തന്ന സ്പെഷ്യൽ ബ്രെഡ് സാൻഡ്വിച്ച്. ഹായ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുള്ളതാണോ അമ്മേ? അല്ലല്ല, ഇത് മോൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിക്കാനുള്ളതാ. ഹായ്, താങ്ക് യു മമ്മി. സ്പെഷ്യൽ സാധനമാണ് ഉണ്ടാക്കിയത്. എന്താണെന്ന് പറയാമോ? ബിരിയാണി അല്ല, എന്നാൽ മസാല ദോശ. അതുമല്ല. ഞാൻ തോറ്റു. ഇനി നീ തന്നെ പറ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ മുത്തശ്ശി അമ്മയോട് എനിക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞ ആ സ്പെഷ്യൽ ബ്രെഡ് സാൻഡ്വിച്ച് ആണത്. വൗ, അടിപൊളി. എവിടെ കാണട്ടെ? അയ്യോ, എന്റെ ബ്രെഡ് സാൻഡ്വിച്ച് കാണുന്നില്ലല്ലോ. ഇതാരോ മനഃപൂർവ്വം എടുത്ത് കഴിച്ചതാണല്ലോ. ഇതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. നീ കരയല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇപ്പൊ നമുക്ക് എന്റെ ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കാം. എന്താ? ശരി. എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ ഐഡിയ? നാളെ നീ വരുമ്പോൾ അമ്മയോട് പറഞ്ഞ് എനിക്ക് കൂടി ഒരു സ്പെഷ്യൽ ബ്രെഡ് സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞ് വേറെ ഒരു ടിഫിൻ കൂടി ബാഗിലാക്കി കൊണ്ടുവരണം. അതെന്തിനാ? എന്നിട്ട് വേണം ആ 2 ടിഫിനും കള്ളം കൊണ്ടുപോകാൻ. അതൊന്നുമില്ല, നീ കണ്ടോ, ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. അമ്മേ, നാളെ അലക്സിനും അമ്മയുടെ സ്പെഷ്യൽ ബ്രെഡ് സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ, അമ്മ നാളെ ഉണ്ടാക്കി തരാലോ. ഇപ്പൊ മോൾ കിടന്നോ. ഗുഡ് നൈറ്റ്. ഇതാ നീ പറഞ്ഞ സ്പെഷ്യൽ ബ്രെഡ് സാൻഡ്വിച്ച്. ഇനി നീ ഇത് നിന്റെ ഷെൽഫിൽ കൊണ്ടുപോയി വെക്ക്. നമുക്ക് കള്ളനെ പിടിക്കാം. സൂപ്പർ ഐഡിയ. മോഷ്ടിച്ചത്. അത് പിന്നെ നല്ല ഫുഡിന്റെ മണമടിച്ചാൽ എന്റെ കൺട്രോൾ പോകും. മോഷണം നല്ലതല്ല ടോമി. നമ്മുടെ ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. ചെറിയ കള്ളത്തരങ്ങൾ ചെയ്യുന്നത് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ മുതിർന്ന പ്രായത്തിൽ വലിയ കള്ളത്തരങ്ങൾ ചെയ്യാൻ തോന്നും. അത് വളരെ ശിക്ഷാർഹമായിരിക്കും. സോറി കൂട്ടുകാരെ, ഞാനിനി മോഷ്ടിക്കില്ല. എനിക്ക് കുറച്ച് വെള്ളം തരുമോ?